കൊറിയയിലെ സൂപ്പർ ബസ് സ്റ്റോപ്പുകളെ പറ്റിയിട്ടാണ് ഈ വീഡിയോ. ഇവിടെയുള്ള ബെഞ്ചുകൾ തണുപ്പ് സമയത്ത് ആരെങ്കിലും അവിടെ ഇരിക്കുകയാണെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ചൂടാവും. അതിനകത്ത് ഇലക്ട്രിക് പാനലുകൾ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് അതിനുള്ളൊരു റീസൺ. പിന്നെ നമ്മൾ ഓരോ യാത്രയ്ക്ക് മുൻപും ബസ്സിൻ്റെ ആപ്പ് ചെക്ക് ചെയ്യുകയാണെങ്കിൽ ഏത് ബസ് സ്റ്റോപ്പിൻ്റെ നമ്പർ, ബസ്സിൻ്റെ നമ്പർ, എത്ര സമയത്തിനുള്ളിൽ വരും, എത്ര സമയത്തിനുള്ളിൽ അവിടെ എത്തും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് മുൻകൂട്ടി അറിയാവുന്നതാണ്. ഇത് GPS സിസ്റ്റം വഴിയാണ് വർക്ക് ചെയ്യുന്നത്. ഈ സെയിം ഡീറ്റെയിൽസ് ഓരോ ബസ് സ്റ്റോപ്പിലുള്ള ഇലക്ട്രിക് സ്ക്രീനുകളിൽ നമുക്ക് കാണാനും പറ്റുന്നതാണ്. സാധാരണയായിട്ട് ബസ് സ്റ്റോപ്പുകൾക്ക് 2 കമ്പാർട്ട്മെൻറ്റാണ് ഉള്ളത്. ഒന്നൊരു ഓപ്പൺ കമ്പാർട്ട്മെൻറ്റും പിന്നെ ഒരു ക്ലോസ്ഡ് കമ്പാർട്ട്മെൻറ്റും. ഈ ക്ലോസ്ഡ് കമ്പാർട്ട്മെൻറ്റിന് ഓട്ടോമാറ്റിക് ഡോറുകളാണുള്ളത്. അപ്പോൾ തണുപ്പ് സമയത്തെല്ലാം അതിൻ്റെ ഉള്ളിലിരിക്കുന്ന ആൾക്കാർക്ക് അതിൻ്റെ ഉള്ളിൽ തന്നെ ഹീറ്റർ ഉണ്ടായിരിക്കും. ഇനിയിപ്പോൾ സമ്മർ സമയത്താണെങ്കിൽ AC ഉണ്ടായിരിക്കും, ഒരു TV ഉണ്ടായിരിക്കും യൂഷ്വലി. അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടായിരിക്കും. ഇനി ബസ്സിനുള്ളിൽ കയറി കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്ക് ഇതേ മൊബൈൽ ആപ്ലിക്കേഷൻ വെച്ചിട്ട് അടുത്തത് ഏത് ബസ് സ്റ്റോപ്പാണ്, എത്ര ബസ് സ്റ്റോപ്പുകൾ കഴിഞ്ഞിട്ട് നമ്മുടെ സ്റ്റോപ്പ് എത്തും, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് കിട്ടുന്നതാണ്. ബസ് നിർത്തണമെന്നുണ്ടെങ്കിൽ ഒരു റെഡ് ബട്ടൺ ഉണ്ടായിരിക്കും. അതിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഡ്രൈവർ ബസ് നിർത്തുന്നതായിരിക്കും. നമുക്കിറങ്ങാം. യൂഷ്വലി ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് എല്ലാവരും ഓൾറെഡി ചാർജ് ചെയ്തിട്ടുള്ള ഒരു കാർഡാണ് യൂസ് ചെയ്യുക. ടീ മണി കാർഡ് എന്നാണ് അതിന് പറയുന്നത്. എല്ലാ കൺവീനിയൻസ് സ്റ്റോറുകളിലും ടീ മണി കാർഡ് നമുക്ക് ചാർജ് ചെയ്യാവുന്നതാണ്. നമ്മൾ പൈസയും കാർഡും കൊടുത്തു കഴിഞ്ഞാൽ അവർ ആ കാർഡ് ആക്ടിവേറ്റ് ആക്കി തരും.